ബംഗാൾ സർക്കാരിനെതിരായ സിബിഐ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ഇന്ന് അടിയന്തരമായി ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതി തയ്യാറായില്ല. ബംഗാളിൽ അപൂർവമായ സാഹചര്യമാണെന്നും സർക്കാർ പ്രവർത്തനം തടയുകയാണെന്നും സിബിഐ കോടതിയെ ധരിപ്പിച്ചു. സംസ്ഥാന സർക്കാരോ പോലീസോ അന്വേഷണത്തിൽ ഇടപെടാൻ ശ്രമിച്ചതായി തെളിവ് ലഭിച്ചാൽ അവർക്ക് ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് കോടതി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ഉണ്ണികൃഷ്ണനും ശ്രീലാലും ചേരുന്നു. ആദ്യം ഉണ്ണിയിലേക്ക്. ഉണ്ണി, എന്താണ് കോടതിയിൽ നിന്ന് നടന്നത്? ഗോപി, അതായത് രാവിലെ 10:30 ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ കോടതി സിറ്റിംഗ് തുടങ്ങിയപ്പോൾ തന്നെ സിബിഐക്ക് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ബംഗാളിലുണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അന്വേഷണവുമായി കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ സഹകരിക്കുന്നില്ല. അന്വേഷണത്തിന് ഹാജരാകുന്നതിനായി 4 തവണ നോട്ടീസ് നൽകി. ചിട്ടി തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിർണായകമായ ഇലക്ട്രോണിക് തെളിവുകൾ രാജീവ് കുമാറിന്റെ പക്കലാണുള്ളത്. സംസ്ഥാനത്ത് അസാധാരണമായ സംഭവവികാസങ്ങൾ നടക്കുന്നു. യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം ധർണയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. മാത്രമല്ല, സിബിഐയുടെ ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിനായി ചെന്നവരെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് അവരെ തടഞ്ഞു വെച്ചിരിക്കുന്ന, ബന്ദിയാക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു സംസ്ഥാനത്ത്. അതുകൊണ്ട് തന്നെ ഈ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് സിബിഐ ആവശ്യപ്പെട്ടത്. 2 ഹർജികളാണ് സിബിഐ ഇന്ന് കോടതിയിൽ ഫയൽ ചെയ്തത്. ഒന്ന്, സംസ്ഥാന DGP, ചീഫ് സെക്രട്ടറി, ഒപ്പം കൊൽക്കത്ത പോലീസ് കമ്മീഷണർ എന്നിവർക്കെതിരെ കോടതി അലക്ഷ്യ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി. മറ്റൊന്ന്, അന്വേഷണത്തിൽ തെളിവുകൾ നശിപ്പിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ ശാരദ ചിട്ടി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കീഴടങ്ങുന്നതിനായി രാജീവ് കുമാറിന് നിർദ്ദേശം നൽകണമെന്ന ആവശ്യപ്പെട്ടുള്ള അപേക്ഷയാണ് രണ്ടാമതായി ഫയൽ ചെയ്തിരുന്നത്. ഈ 2 അപേക്ഷകളിലും വാദം കേൾക്കുന്നതിനായി അടിയന്തരമായി ഈ അപേക്ഷകൾ ലിസ്റ്റ് ചെയ്യണമെന്നാണ് ഇന്ന് സോളിസിറ്റർ ജനറൽ കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഉച്ചയ്ക്ക് 2 മണിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെയോ കേസ് പരിഗണിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ഈ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഹർജികൾ വിശദമായി തന്നെ വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കോടതിയുടെ സിറ്റിംഗ് പോലും 5 മിനിറ്റ് ഇന്ന് വൈകിയത്. ആ ഹർജികൾ വായിച്ചു മനസ്സിലാക്കുമ്പോൾ അതിൽ ഏതെങ്കിലും തെളിവ് നശിപ്പിക്കുന്നതിന് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായി എന്ന് തെളിയുന്നില്ല. അത്തരത്തിലുള്ള ആരോപണങ്ങൾ ആ ഹർജിയിൽ പറഞ്ഞിട്ടില്ലല്ലോ. ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ സംസ്ഥാന സർക്കാരോ ഈ ചിട്ടി തട്ടിപ്പ് കേസിലെ തെളിവ് നശിപ്പിക്കുന്നുണ്ടെന്ന ഒരു തുണ്ട് തെളിവെങ്കിലും അക്കാര്യം തെളിയിക്കുന്നതിനായി നൽകുകയാണെങ്കിൽ വളരെ ഗുരുതരമായ ഭവിഷ്യത്തുകൾ അവർ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ചീഫ് ജസ്റ്റിസ് നൽകിയിട്ടുള്ളത്. അത്തരത്തിലുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ നാളെ ഹാജരാക്കാനാണ് സോളിസിറ്റർ ജനറലിനെ സുപ്രീം കോടതി ഇന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പശ്ചിമബംഗാൾ സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി ഇന്ന് ചില വാദങ്ങൾ മുന്നോട്ട് വയ്ക്കും. തെളിവ് നൽകാനുള്ള സമയമാണ് നാളെ വരെ. അതുകൊണ്ടായിരിക്കാം അടിയന്തരമായി പരിഗണിക്കുക. ഉണ്ണിയിലേക്ക് വരാം. ശ്രീലാൽ, ഇന്ന് അടിയന്തരമായി പരിഗണിച്ചില്ല, പക്ഷേ നാളെയാണ് പരിഗണിക്കുക. 13 മണിക്കൂറായി മമതാ ബാനർജിയുടെ രാഷ്ട്രീയ പ്രതിരോധം അല്ലെങ്കിൽ അവിടുത്തെ സത്യാഗ്രഹം നാടകം തുടരുന്നു. ഇനി അതിന് 24 മണിക്കൂർ കൂടി ലഭിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കൾ കൽക്കത്തയിലേക്ക് വരുന്നു. പക്ഷേ സുപ്രീംകോടതിയിൽ നാളെ പരിഗണിക്കുകയാണെങ്കിലും അതിലൊരു പരാമർശം ഉണ്ണി പറഞ്ഞ പോലെ വളരെ ശ്രദ്ധേയമാണ്. തെളിവ് നശിപ്പിച്ചു എന്ന രീതിയിൽ എന്തെങ്കിലും തുണ്ട് തെളിവ് കിട്ടിയാൽ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്ന് കോടതി ഇന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. ഇനി മമതയുടെ മുമ്പിലുള്ള രാഷ്ട്രീയങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, ഇതുവരെയും മമതാ ബാനർജി തന്നെയാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചത്. ഈ മമതാ ബാനർജി തന്നെയാണ് ഇപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത്. കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന മമതാ ബാനർജി തന്നെയാണ്. അത് തന്നെയാണ് മമത ഇന്നലെ തൊട്ട് ശ്രമിച്ചതും ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതുമായ കാര്യം. ഇന്നലെ മമതാ ബാനർജി നടപടി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഉണ്ടായേക്കുമായിരുന്ന വാർത്തകൾ എന്തൊക്കെയായിരുന്നു നോക്കിയാൽ അതാണ് മമതാ ബാനർജി തടഞ്ഞിരിക്കുന്നത്. അതായത് മമതാ ബാനർജിക്ക് ഈ ശാരദാ ചിട്ടി ഫണ്ട് തട്ടിപ്പ് കേസിൽ വലിയ തിരിച്ചടി. ഈ കൊൽക്കത്ത പോലീസ് കമ്മീഷണറെ ചോദ്യം ചെയ്തു തുടങ്ങിയ വാർത്തകളാകുമായിരുന്നു വരേണ്ടിയിരുന്നത്. അതിന് പകരം പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ കേന്ദ്ര സർക്കാരിനെതിരെ മമതാ ബാനർജിയുടെ വലിയ പ്രക്ഷോഭം, വലിയ പ്രതിഷേധം. കോടതിയിൽ കേന്ദ്ര സർക്കാർ പോകുന്നു, അവിടെ CBI പോകുന്നു. അവിടെയും വലിയ ഒരു കോടതിയും അത്ര ഒരു വലിയ ഒരു ആവേശം കാണിക്കുന്ന കേസിൽ തീർച്ചയായും മമതാ ബാനർജിയുടെ നാടകം അത് വിജയിച്ചിരിക്കുന്നു തന്നെയാണ് ഇതുവരെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണ് മമതാ ബാനർജി ശ്രമിച്ചതും നടപ്പിലാക്കിയതും. ഇനി നാളെ കൂടുതൽ തെളിവുകൾ CBI നൽകുകയും അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മമതാ ബാനർജിക്കെതിരെ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ വന്നാലും അത് ഈ പോലീസ് ഉദ്യോഗസ്ഥരിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമാകും. മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ മമതാ ബാനർജി എന്ന രാഷ്ട്രീയ നേതാവിനെ അത് തൽക്കാലം ബാധിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് മമതാ ബാനർജി ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നത്. മമതാ ബാനർജി ഇവിടെ തെളിയിക്കാൻ ശ്രമിക്കുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥനൊപ്പം രാകേഷ് കുമാറിനോടൊപ്പം താൻ അവസാന നിമിഷം വരെയും ഉണ്ടാകും, അവസാനം വരെയും താൻ ഉണ്ടാകും എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രഖ്യാപനമാണ് മമത നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റു ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും വലിയൊരു സന്ദേശമാണ് മമതാ ബാനർജി നൽകുന്നത്. നിങ്ങളാരും ഭയപ്പെടേണ്ട കാര്യമില്ല, നിങ്ങൾക്കൊപ്പം ഞാൻ അവസാന നിമിഷം വരെ ഉണ്ടാകും. ഇത് മമതയുടെ ഈ സർക്കാർ ഈ ഉദ്യോഗസ്ഥരെ കയ്യിലെടുക്കുന്നുള്ള ശ്രമം. ഇനി ഇതിന്റെ മറുഭാഗത്ത് രാഷ്ട്രീയ നേട്ടമാണെങ്കിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ വലിയൊരു രാഷ്ട്രീയ നേട്ടം തന്നെ മമതാ ബാനർജിക്ക് ഇതുകൊണ്ട് ഉണ്ടായിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന് CBI നേരിട്ട് കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ള തെളിവുകൾ ഒന്നുമില്ല എങ്കിൽ പോലും തീർച്ചയായും ഈ നീക്കം, മമതാ ബാനർജിയുടെ നീക്കം പരാജയപ്പെടുത്തിയത് കേന്ദ്ര സർക്കാരിന്റെ ഒരു നീക്കം കൂടെ തന്നെയാണ്. മമത തന്നെയാണ് ഇതിൽ ഇപ്പോഴും വിജയിച്ചു നിൽക്കുന്നത്.
ശ്രീലാൽ, മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാടുകൾ ആരൊക്കെയാണെന്ന് കൊൽക്കത്തയിലെത്തുന്നത്? പ്രത്യക്ഷ പിന്തുണ അറിയിച്ച് ആരൊക്കെ വരുന്നു? ഈ കോടതി വിധിക്ക് ശേഷം ആരുടെയെങ്കിലും കോടതിയുടെ പരാമർശത്തിന് ശേഷം ആരുടെയെങ്കിലും നിലപാടിൽ മാറ്റം ഉണ്ടായോ? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? കോടതിയുടെ പരാമർശത്തിന് ശേഷമുള്ള നിലപാട് മാറ്റങ്ങളോ അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങളോ വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ വ്യക്തമാകുന്നത് രാഹുൽ ഗാന്ധി തന്നെ ഇന്നലെ മമതാ ബാനർജി ഒപ്പമാണെന്ന് പ്രഖ്യാപിക്കുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവും സുപ്രീം കോടതിയിൽ അഭിഭാഷകനുമായ അഭിഷേക് സിംഗ് തന്നെ ഈ കേസ് വാദിക്കാൻ രംഗത്തെത്തുന്നു. തീർച്ചയായും അതിനോടൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളിൽ പലരും, തേജസ്വി യാദവ് കൊൽക്കത്തയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. മറ്റ് നേതാക്കൾ പരസ്യമായി തന്നെ പിന്തുണ പ്രഖ്യാപിച്ചെത്തിയിരിക്കുന്നു. ഇടത് പാർട്ടികളിലെ നേതാക്കൾക്ക് മാത്രമാണ് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങാൻ സാധിക്കാതിരിക്കുന്നത്. ഇതുവരെ അവർ മാത്രമാണ് പരസ്യമായ ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്നത്. അപ്പോഴും അവർ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളത് ശരി തന്നെയാണ്, എന്നുള്ളത് തന്നെയാണ് അവരുടെ നിലപാട്. മമതാ ബാനർജിക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്നില്ല CPM ആയാലും CPI ആയാലും മറ്റ് ഇടത് പാർട്ടികളായാലും. പക്ഷേ തീർച്ചയായും അവർ കേന്ദ്ര സർക്കാരിനെ നടപടി എതിർക്കുന്നു. കേന്ദ്ര സർക്കാർ CBI ഉപയോഗിച്ച് രാഷ്ട്രീയ ദുരുപയോഗത്തിന് ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പാർലമെന്റിൽ കാണുന്നത്. പാർലമെന്റിന്റെ രാജ്യസഭയിൽ ഈ വിഷയം ഉന്നയിച്ചിരിക്കുന്നു. രാജ്യസഭയിൽ മമതാ ബാനർജിയുടെ മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസ് മാത്രമല്ല ഈ വിഷയവുമായി രംഗത്തിറങ്ങിയത്. പ്രതിപക്ഷത്തെ പല പാർട്ടികളും ഈ വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസിന് അനുകൂലമായ നിലപാടുമായി രംഗത്തെത്തി പാർലമെന്റ് രാജ്യസഭ നിർത്തിവെക്കേണ്ടി വന്നിരിക്കുന്നു. ഇത് തന്നെയാണ് മമതാ ബാനർജി ആഗ്രഹിച്ചത്. ദേശീയതലത്തിൽ താൻ ഈ ചെയ്യുന്നത് ദേശീയ വാർത്തയാകുക, പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ അത് പാർലമെന്റിലും പ്രതിഫലിപ്പിക്കുക, അങ്ങനെ BJP നേരിടാൻ താൻ മാത്രമാണ്, അല്ലെങ്കിൽ BJP നേരിടുന്നതിൽ താൻ വിജയിച്ചിരിക്കുന്നു എന്ന് കാണിക്കുക. അതിൽ മമതാ ബാനർജി വിജയിച്ചിരിക്കുന്നു. തീർച്ചയായും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഈ വിഷയത്തിൽ മമതാ ബാനർജിക്ക് ഒപ്പം നിൽക്കുക മാത്രമേ പോംവഴിയുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടത് പാർട്ടികൾ പരസ്യമായി മമതാ ബാനർജിയെ പിന്തുണയ്ക്കാൻ അവർക്ക് സാധിക്കുകയില്ല. അത് ബംഗാൾ രാഷ്ട്രീയം. പക്ഷേ കേന്ദ്ര സർക്കാരിന്, ഈ നടപടിക്ക് കേന്ദ്ര സർക്കാരിനെ അവർ നിശിതമായി വിമർശിക്കുന്നുമുണ്ട്. തീർച്ചയായും ശ്രീലാൽ പറഞ്ഞുകൂടെ, ഇന്ന് കേരളത്തിൽ പോലും നമ്മൾ എത്ര സമയമാണ് മമതാ ബാനർജിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? രാവിലെ മുതൽ. അത് തന്നെയാണ് അവരുടെ ഒരു രാഷ്ട്രീയ വിജയവും. ദേശീയ തലത്തിൽ മുഴുവൻ രാവിലെ മമതയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. അതിലേക്ക് വരാം, രാഷ്ട്രീയത്തിലേക്ക് വരാം. ഉണ്ണി, ഇപ്പോൾ ഇത് മുഴുവൻ വരുന്ന ഡീറ്റെയിൽസ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബംഗാൾ സർക്കാരിനെതിരായ ഹർജി ഇന്ന് പരിഗണിക്കില്ല, CBI ആവശ്യം തള്ളി എന്ന് പറയണോ, അതോ CBIക്ക് തെളിവ് നൽകാൻ ഒരു ദിവസം നൽകി എന്ന് പറയണോ? ഏതായിരിക്കും ശരി? അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം തള്ളി എന്നതാണോ, അതോ തെളിവ് നൽകാൻ ഒരു ദിവസം നൽകിയാണോ? അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം തള്ളിയിരിക്കുന്നു എന്നത് തന്നെയാണ് വസ്തുത. കാരണം CBI ഇന്നിപ്പോൾ പറഞ്ഞത് രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എല്ലാ കേസുകളും കഴിഞ്ഞ ശേഷം എൻഡ് ഓഫ് ദി ബോർഡായി ഈ വിഷയം പരിഗണിക്കണമെന്ന ആവശ്യമാണ് സോളിസിറ്റർ ജനറൽ ഉന്നയിച്ചത്. കാരണം അസാധാരണമായ സംഭവവികാസങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നു, പോലീസ് ഉദ്യോഗസ്ഥർ ധർണയിരിക്കുന്നു, അന്വേഷണത്തിനെത്തിയ CBI ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുക്കുന്നു. ആ ഒരു ഭീകര സാഹചര്യമൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് ശ്രീ അഭിലാഷ് കൂടി, സുപ്രീം കോടതി അഭിഭാഷകൻ അഭിലാഷ് കൂടി നമ്മളോട് ചേരുന്നു. ശ്രീ അഭിലാഷ്, എന്താണ് തിടുക്കമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി ചോദിച്ചതായി അറിയുന്നു. ബംഗാളിൽ അസാധാരണമായ സാഹചര്യമാണെന്ന് സോളിസിറ്റർ ജനറൽ അറിയിച്ചു. എങ്കിലും നാളെയാണ് വാദം കേൾക്കുന്നത്, അല്ലെങ്കിൽ കേസ് എടുക്കുന്നത്. താങ്കൾ എന്ത് മനസ്സിലാക്കുന്നു? രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിനൊരു ചെറിയ സെറ്റ്ബാക്ക് എന്ന് നമുക്ക് പറയുവാൻ കഴിയും. കാരണം അവർ ചൂണ്ടിക്കാണിച്ച ആ ഒരു അടിയന്തരാവസ്ഥ കോടതി അപ്രീഷിയേറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഒരു അവധാനതയോടുകൂടി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുക. ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി ഈ വിഷയം ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എന്റെ അറിവ്. അങ്ങനെ വരികയാണെങ്കിൽ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ ബെഞ്ച് ആദ്യമായിട്ടായിരിക്കും ഈ കേസ് പരിഗണിക്കുന്നത്. ഈ വിഷയവുമായി അദ്ദേഹത്തിന് ഫെമിലാരിറ്റി ഇല്ല. ഒരു പക്ഷേ എടുത്തു ചാടിയ ഒരു തീരുമാനം വേണ്ട എന്നൊരു ചിന്തയിൽ ഈ വിഷയം സമഗ്രമായി ഇന്ന് പഠിച്ചതിന് ശേഷം അങ്ങനെ ഒരു എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇടപെടുക, അല്ല അങ്ങനെ വളരെ കണിശമായ ഒരു തീരുമാനമായിട്ട് വേണം നാം ഇതിനെ കാണേണ്ടതായിട്ടുള്ളത്. കോടതിയുടെ ഭാഗത്തു നിന്ന് നിഷ്പക്ഷത ഉറപ്പുവരുത്തി വിഷയത്തിന്റെ എല്ലാ വശങ്ങളും പരിഗണിച്ചതിന് ശേഷം കമ്പലിംഗ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇടപെട്ടാൽ മതി എന്നുള്ള കോടതിയുടെ ആ ഒരു തീരുമാനം വളരെ ശ്ലാഘനീയമാണ്. കാരണം സെന്ററും സ്റ്റേറ്റ്സും തമ്മിലുള്ള എല്ലാ ഡിസ്പ്യൂട്ട്സിലും ഭരണഘടനാപരമായി ആർട്ടിക്കിൾ 131 പ്രകാരം സുപ്രീം കോടതിയാണ് അതിന്റെ ആർബിറ്റർ, സുപ്രീം കോടതിയാണ് അതിന്റെ അമ്പയർ. അങ്ങനെ വരുമ്പോൾ തിടുക്കത്തിൽ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളത് രാഷ്ട്രീയപരമായി കേന്ദ്ര സർക്കാരിന് ഒരുപക്ഷെ ഒരു സെറ്റ്ബാക്കായി വിലയിരുത്തപ്പെടാമെങ്കിലും അത് കോടതിയുടെ പാകതയും നിഷ്പക്ഷതയും വിഷയം മുഴുവനായി മനസ്സിലാക്കിയതിന് ശേഷം ഇടപെട്ടാൽ മതി എന്നുള്ള ഒരു ചിന്തയുമായിരിക്കാം ഇതിന്റെ പിൻപിൽ. ഇനിയിപ്പോ കേന്ദ്ര സർക്കാരിനാണ് ഇതിന്റെ ഉത്തരവാദിത്വം. കാരണം അതിൽ ഈ പറയുന്ന എവിഡൻസ് ഉണ്ടെങ്കിൽ അത് കോടതിയുടെ മുമ്പിൽ, സുപ്രീം കോടതിയുടെ മുമ്പിലാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതൊരു വലിയ ചലഞ്ച് തന്നെയാണ്. തീർച്ചയായും താങ്കൾ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയ നാടകങ്ങൾ ഒരു വലിയ ഭരണഘടന ഇതിനു മുമ്പ് ഇത്ര സമാനമായ രീതിയിൽ കണ്ടിട്ടില്ലെങ്കിലും ഭരണഘടനാ പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അന്തിമ വിധി പറയേണ്ടത് സുപ്രീം കോടതിയും. അപ്പോൾ കൃത്യമായ അവധാനതയോടെ വിധി പറയാൻ വേണ്ടി ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നു എന്ന ഒരു വാദം സ്വാഭാവികമായും ആ അർത്ഥത്തിൽ അത് യുക്തിസഹവുമാണ്. അപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ, ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ CBIയുടെ ഉത്തരവാദിത്തമാണ് കൃത്യമായ തെളിവുകൾ നാളെ അവിടെ എത്തിക്കുക എന്നുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും. പ്രഥമ ദൃഷ്ടിയ
അദ്ദേഹവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ വസതിയിൽ റെയ്ഡ് നടത്തേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് എവിഡൻസ് നശിപ്പിക്കുവാൻ സ്റ്റേറ്റ് പോലീസ് ചീഫ് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച പ്രഥമ ദൃഷ്ട്യാ തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞെങ്കിൽ ശക്തമായി ഇടപെടുമെന്ന് പറയുമ്പോൾ അത് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം CBI. അതായത് CBI ഇപ്പൊ തടഞ്ഞു വെച്ചു, ഞങ്ങളെ ബന്ദിയാക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെയാണല്ലോ CBI കോടതി പറഞ്ഞത്, അവരെ തടങ്കൽ വെച്ചു എന്നൊക്കെ. ആ സാഹചര്യം അത്ര അടിയന്തരമാണെന്ന് കോടതി നിലവിൽ കാണുന്നില്ല. പക്ഷേ തെളിവുകൾ ഉണ്ടെങ്കിൽ ഗുരുതരമായിരിക്കും, പ്രത്യാഘാതങ്ങളായിരിക്കും, അത്രേ ഉള്ളൂ അല്ലേ? തീർച്ചയായിട്ടും എന്ത് കാരണത്താലാണ് ഈ വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത് എന്നുള്ളത് മനസ്സിലാക്കി, അതായത് അസുഖത്തിന്റെ ലക്ഷണമല്ല അതിന്റെ പത്തോളജിയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു നിയമ പരിപ്രേക്ഷ്യമായിരിക്കാം ഒരു പക്ഷേ കോടതിയെ അതിനെ കമ്പൽ ചെയ്തത്. ആരെങ്കിലും പറഞ്ഞു എന്നതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ CBI ഇവരെല്ലാം വ്യവഹാരികൾ തന്നെയാണല്ലോ കോടതിയിൽ. അവർ പറഞ്ഞു എന്നതുകൊണ്ട് കോടതി ഇടപെടുന്നില്ല. ഈ വിഷയങ്ങളിലേക്ക് എന്താണോ കൊണ്ടുചെന്ന് എത്തിച്ചത്, അതിന് കാരണമായിട്ടുള്ള അതെന്താണ് എന്നുള്ളത് കോടതി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് ഇടപെടൽ ഉണ്ടാകുക എന്നതാണ് സൂചിപ്പിച്ചത്. യെസ്, നന്ദി ശ്രീ അഭിലാഷ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചെന്ന്. ഉണ്ണി, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പ്രഥമ ദൃഷ്ട്യാ CBI കാണിക്കുന്ന അല്ലെങ്കിൽ CBI പറഞ്ഞ അത്ര പോലെ അടിയന്തര സാഹചര്യമാണ്, ധൃതിപൂർവ്വം ഇടപെടണം എന്നതിന് കോടതി മുഖവിലയ്ക്കെടുത്തില്ല എന്നുള്ളത് ഒരു താൽക്കാലിക CBIക്ക് തിരിച്ചടി എന്ന് വിശേഷിപ്പിക്കാമെങ്കിലും നാളെ കൃത്യമായ തെളിവുകൾ, ശക്തമായ തെളിവുകൾ CBIക്ക് ഹാജരാക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ചിത്രം മാറിയേക്കാം. അങ്ങനെയാണോ ഉണ്ണി? തെളിവുകൾ ഹാജരാക്കുക എന്നതിപ്പോൾ CBIയുടെ ബാധ്യതയായി മാറിയ ഒരു സാഹചര്യമാണുള്ളത്. തെളിവുകൾ നശിപ്പിക്കപ്പെടുമെന്ന ആശങ്കയുണ്ടെന്ന് സോളിസിറ്റർ ജനറൽ വാദിച്ചപ്പോൾ തന്നെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ഇന്ന് CBI ഫയൽ ചെയ്തിരിക്കുന്ന ഹർജി വിശദമായി തന്നെ വായിച്ചിരുന്നു. അത് വായിച്ചതുകൊണ്ടാണ് ബെഞ്ചിന്റെ സിറ്റിംഗ് 5 മിനിറ്റ് വൈകുന്ന സാഹചര്യം പോലും ഉണ്ടായത്. പക്ഷേ തെളിവ് നശിപ്പിക്കപ്പെട്ടു എന്നതിന് യാതൊരു തെളിവും ആ ഹർജിയിൽ ഇല്ലല്ലോ എന്നാണ് ചീഫ് ജസ്റ്റിസിന്റെ മറുചോദ്യം വന്നത്. അങ്ങനെ തെളിവ് നശിപ്പിക്കപ്പെട്ടു എന്ന് ഒരു തുണ്ട് തെളിവെങ്കിലും നൽകുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. അതായത് ഒരു ബാലൻസിംഗ് ആയിട്ടുള്ള മറുപടിയാണ് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളൊക്കെ അവിടെ നടക്കുമ്പോഴും അതിന്റെ പ്രതിഷേധങ്ങളൊക്കെ നടക്കുമ്പോഴും CBI ഉദ്യോഗസ്ഥർ ബന്ദിയാക്കപ്പെട്ടുവെന്ന് പറയുമ്പോഴും എടുത്തുചാടി ഈ വിഷയത്തിൽ ഇടപെടാതെ എന്താണ് ഇതിന്റെ വസ്തുതകൾ, തെളിവുണ്ടോ എന്ന് ഹാജരാക്കാൻ ആവശ്യപ്പെടുകയാണ് ചീഫ് ജസ്റ്റിസ് ചെയ്യുന്നത്. നാളെ ഇനിയിപ്പോൾ രാവിലെ തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ കേസ് പരിഗണിക്കാൻ സാധ്യതയുള്ളത്. അങ്ങനെ പരിഗണിക്കുമ്പോൾ കോടതി ആദ്യമായി തന്നെ കടക്കാൻ പോകുന്ന വിഷയം ശാരദാ ചിട്ടി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ തെളിവുകൾ നശിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാരോ കൊൽക്കത്ത പോലീസ് കമ്മീഷണറോ ഏതെങ്കിലും വിധത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടോ, ആ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ CBIക്ക് തെളിവുകൾ ഉണ്ടോ എന്ന കാര്യമായിരിക്കും. അങ്ങനെ തെളിവില്ല എന്ന് കണ്ടാൽ ഈ വിഷയത്തിൽ കോടതി ഇടപെടാനുള്ള സാധ്യത കുറവായിരിക്കാം. ഒരു പക്ഷേ നേരത്തെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഈ കോടതിയുടെ നിർദ്ദേശപ്രകാരം നടക്കുന്ന അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തടസ്സപ്പെടുത്താൻ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് വേണമെങ്കിൽ കോടതി ഇലക്ഷൻ നടപടി സുപ്രീം കോടതി സ്വീകരിക്കുമെന്നുള്ളതാണ്. പക്ഷേ അത്ര തിടുക്കത്തിലുള്ള വളരെ പെട്ടെന്നുള്ള നടപടികളിലേക്ക് സുപ്രീം കോടതി കടന്നിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. ഇന്നിപ്പോൾ പശ്ചിമ ബംഗാൾ സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി തന്നെ പറഞ്ഞത് രാഷ്ട്രീയമായ വേട്ടയാടലാണ് ഒരു സംശയം കൂടി. ഇപ്പൊ ANIയുടെ ട്വീറ്റ് പ്രകാരം ഇഫ് കൊൽക്കത്ത പോലീസ് കമ്മീഷണർ ഈവൻ റിമോട്ട്ലി തിങ്സ് ഓഫ് ഡിസ്ട്രോയിങ് എവിഡൻസ്, അതായത് കമ്മീഷണർ തെളിവ് നശിപ്പിച്ചതിന്റെ അല്ലെങ്കിൽ നശിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ എന്തെങ്കിലും തുണ്ട് തെളിവ് കിട്ടിയാൽ ഹെവിലി, അതായത് വലിയ തോതിൽ വലിയ രീതിയിലുള്ള നടപടി ഉണ്ടാവും എന്നാണോ കോടതി പറഞ്ഞത്? അതായത് കമ്മീഷണർക്കെതിരെയാണോ പരാമർശം? സർക്കാരിനെതിരെ ഒന്നുമില്ല, കമ്മീഷണർക്കെതിരെ മാത്രമാണോ? ആ ട്വീറ്റ് പെട്ടെന്ന് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ സംശയമാണ്. കമ്മീഷണർ സംസ്ഥാന അധികൃതർ, കമ്മീഷണർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ ഏതെങ്കിലും തരത്തിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ ഗുരുതരമായ ഭവിഷ്യത്ത് നേരിടേണ്ടി വരും. അങ്ങനെ തെളിവ് നശിപ്പിച്ചതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തുണ്ട് തെളിവുണ്ടെങ്കിൽ അത് നൽകൂ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്നിപ്പോൾ ഇത്ര വളരെ ഗൗരവമേറിയ സാഹചര്യത്തിൽ CBI നൽകിയിരിക്കുന്ന ഹർജിയിൽ തെളിവ് നശിപ്പിക്കുന്നതിന് ശ്രമം നടന്നുവെന്ന് തെളിയിക്കാനുള്ള വാദങ്ങളൊന്നും CBI ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ശ്രീലാൽ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ കൃത്യമായി തെളിവ് നശിപ്പിച്ചതിന്റെ തെളിവുകളൊന്നും നൽകാൻ CBIക്ക് ആയിട്ടില്ല. അതുകൊണ്ട് ഉണ്ണി സൂചിപ്പിച്ച പോലെ തെളിവ് നൽകേണ്ട ബാധ്യത CBIക്കാണ്. പക്ഷേ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞാലും രാഷ്ട്രീയപരമായി ഇപ്പോൾ മമത കളിച്ച നാടകത്തിൽ അവർക്ക് വലിയ മൈലേജ് നിലവിലുണ്ടായിട്ടുണ്ട്. ബാക്കി വരും മണിക്കൂറുകളിൽ കാണുകയും ചെയ്യാം. ഇപ്പോൾ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. എന്നാൽ കഴിഞ്ഞ ദിവസം മമതാ ബാനർജി അവിടെ BJPക്കെതിരായിട്ടുള്ള റാലി നടത്തുകയും ചെയ്തതോടുകൂടി ഇനി BJPയുടെ കൂടെ മമതയെ കിട്ടില്ല എന്ന് വന്നപ്പോൾ നടത്തുന്ന ഒരിടപെടലാണ് CBIയെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന നീക്കം. പക്ഷേ CBI ഇത്തരം കേസുകളിൽ പലപ്പോഴും രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി CBI ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രശ്നത്തിൽ ഒരു കാരണവശാലും
ഈ അഴിമതി കേസിൽപ്പെട്ട മമതാ ബാനർജിയെ സംരക്ഷിക്കുന്ന നില ഉണ്ടായിക്കൂടാ. എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരണം. CBIക്കായാലും ഏത് ഏജൻസിക്കായാലും അഴിമതി കേസുകൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ശക്തമായ നിലപാടെടുക്കണം. അതിൻ്റെ ഭാഗമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ അന്വേഷിക്കുകയാണ് മമതാ ബാനർജി ചെയ്യുന്നത്. അന്വേഷണം ശരിയായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇടപെടലാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് വേറൊരു ഡ്രാമ ആയി കണ്ടാൽ മതിയോ? മമതയും കേന്ദ്രവും തമ്മിലുള്ള ഒരു ഒത്തുകളി എന്നാണോ CPM എന്നെ വിശേഷിപ്പിക്കുന്നത്? ഇപ്പം നടക്കുന്നത് ഒരു ഒത്തുകളിയാണല്ലോ. ഇത്രയും കാലമായി CBI എന്തുകൊണ്ടാണ് ഈ കേസ് അന്വേഷിക്കാൻ നീട്ടിക്കൊണ്ടുപോയത്? അത് ഇവരുമായി നടത്തിയൊരു ഒത്തുകളിയായിരുന്നു. എന്നിട്ട് ഇന്നലെ CBI പോയിട്ട് അവിടെ ഇടപെടൽ നടത്തിയത് ഈ ദിവസം ഇന്നലെ തന്നെ എടുത്തതിന് കാരണം എന്താണ്? അതെല്ലാം തന്നെ രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്. പക്ഷേ ഒരു കാരണവശാലും അഴിമതി കേസിൽപ്പെട്ട ആളുകളെ രക്ഷപ്പെട്ടുകൂടാ. അതിന് ആവശ്യമായ ഫലപ്രദമായ നിലപാട് സ്വീകരിക്കുക തന്നെ വേണം. കേരളത്തിൽ സീറ്റ് വിഭജന ചർച്ച എത്രത്തോളം സജീവമായിട്ടുണ്ട്? എങ്ങനെയാണ് നിലപാട്? എത്രത്തോളം ഈ രണ്ട് തവണ മത്സരിച്ചവർക്കൊക്കെ ഇത്തവണ സീറ്റ് നൽകാൻ സാധ്യതയുള്ളത്? എങ്ങനെയാണ് ഇലക്ഷനെ സംബന്ധിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി ചർച്ച പാർട്ടി തുടങ്ങിയിട്ടില്ല. അത് തുടങ്ങുന്ന സന്ദർഭത്തിൽ മാത്രമേ അത് സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുകയുള്ളൂ. ഇപ്പോൾ അത്തരം ചർച്ചകളിലേക്ക് പോയിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസവും വളരെ ശക്തമായ ഭാഷയിൽ NSS വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ സർക്കാരിൻ്റെ നിലപാടുകൾക്കുള്ള തിരിച്ചടി വരുന്ന തെരഞ്ഞെടുപ്പിൽ കാണാമെന്നാണ് സുകുമാരൻ നായർ പറഞ്ഞത്. അപ്പം സർക്കാരിനെതിരെ NSS പ്രത്യക്ഷത്തിൽ ഒരു സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ കാണുന്നുണ്ട്. NSS ശബരിമല പ്രശ്നത്തിൽ അവർക്ക് ആദ്യം മുതലേ ഒരു നിലപാടുണ്ട്. അത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത വിഭാഗമാണ് NSS. സുപ്രീം കോടതിയിൽ അവർക്ക് തിരിച്ചടി ഉണ്ടായി. ആ തിരിച്ചടിയെ തുടർന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ തങ്ങളുടെ നിലപാടാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ വിവിധ ഇടപെടലുകൾ NSS സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആ പ്രശ്നത്തിൽ അവരുടെ നിലപാട് അവർ സ്വീകരിക്കട്ടെ. പക്ഷേ രാഷ്ട്രീയമായ നിലപാട് പരസ്യമായി NSS സ്വീകരിക്കുന്നത് സമുദായത്തിലെ അംഗങ്ങൾ തന്നെ ഇഷ്ടപ്പെടുകയില്ല. അത് NSS നേതൃത്വത്തിന് ഒരു തിരിച്ചടിയായിട്ട് മാറും. രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾ NSS സ്വീകരിക്കാൻ പാടില്ല. അതല്ല NSSൻ്റെ അണികൾ ആഗ്രഹിക്കുന്നത്. NSS സമുദായത്തിൻ്റെ അംഗങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് വേണ്ടത്. രാഷ്ട്രീയത്തിൽ ഇടപെടാൻ NSS ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ NSS രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവും. നേരത്തെ NSS ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിരുന്നു, NDP. ആ NDPയുമായി ചേർന്നുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി 1982 NDPയും കൂടി ചേർന്ന മുന്നണി UDF ഇവിടെ കേരളത്തിലുണ്ടായിരുന്നു. ആ മുന്നണിയെ NDP കൂടിയുള്ള മുന്നണിയെ തോൽപ്പിച്ചുകൊണ്ടാണ് 1987 ആ ജാതിമത ശക്തികളുടെ കൂട്ടുകെട്ടിനെ ഇടതുപക്ഷം പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ NSS മുമ്പ് ഉണ്ടായിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം 2 യുവതികൾ മാത്രമാണ് ദർശനം നടത്തിയതെന്ന് ദേവസ്വം മന്ത്രി നിയമസഭയെ അറിയിച്ചു. ശ്രീലങ്കൻ യുവതി ശശികല ദർശനം നടത്തിയതായി സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നടയടച്ച പരിഹാരക്രിയ ദേവസ്വം മാനുവൽ വ്യവസ്ഥ ചെയ്യുന്നില്ല എന്ന് ദേവസ്വം മന്ത്രി നിയമസഭയെ അറിയിച്ചു. അരുൺ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, വിശദാംശങ്ങൾ. ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം 2 യുവതികൾ മാത്രമേ ദർശനം നടത്തിയിട്ടുള്ളൂ എന്ന് ദേവസ്വം മന്ത്രി നിയമസഭയെ ഔദ്യോഗികമായി അറിയിച്ചു. ശ്രീലങ്കൻ യുവതി ദർശനം നടത്തിയതായി സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കുന്നു. ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നടയടച്ച് പരിഹാരക്രിയ എന്നത് ദേവസ്വം മാനുവലിൽ വ്യവസ്ഥ ചെയ്യുന്നില്ല എന്നാണ് ദേവസ്വം മന്ത്രി നിയമസഭയെ അറിയിച്ചത്. രണ്ട് യുവതികൾ മാത്രം ദർശനം നടത്തിയെന്നാണ് ദേവസ്വം മന്ത്രിയുടെ നിയമസഭയെ അറിയിക്കുന്നത്. നേരത്തെ സുപ്രീം കോടതിയിൽ വേറൊരു ലിസ്റ്റ് പോലീസിന്റെ ഭാഗത്തുനിന്ന് കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഔദ്യോഗികമായി നിയമസഭയിൽ ദേവസ്വം മന്ത്രി അറിയിച്ചിരിക്കുന്നത് 2 യുവതികൾ മാത്രമാണ് ശബരിമലയിൽ കഴിഞ്ഞ മണ്ഡലകാലത്ത് ദർശനം നടത്തിയത് എന്ന്.
കരിക്കൂർ വിമാനത്താവളത്തെ സർക്കാർ അവഗണിക്കുന്നുവെന്നാരോപിച്ചുള്ള അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി. കണ്ണൂർ വിമാനത്താവള വിഷയത്തിൽ സർക്കാർ അമിത താൽപര്യം കാണിക്കുകയും കരിപ്പൂരിൽ നിന്ന് സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയുമാണെന്ന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷ ഉപനേതാവ് MK മുനീർ ചൂണ്ടിക്കാട്ടി. എല്ലാ വിമാനങ്ങളുടെ കാര്യത്തിലും വിമാനത്താവളങ്ങളുടെ കാര്യത്തിലും സർക്കാരിന് ഒരേ സമീപനം ആയിരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്നാൽ കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് ആവശ്യമായ സഹായം കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. വിമാനത്താവള വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ പ്രതിഷേധമുണ്ടെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. KSRTC താൽക്കാലിക ജീവനക്കാർക്ക് തിരിച്ചടി. എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ടതിനെതിരെ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. PSC അഡ്വൈസ് മെമ്മോ കിട്ടിയവരുടെ അപ്പീൽ കോടതി അംഗീകരിച്ചു. KSRTC ഒഴിവുകളിൽ PSC വഴി നികത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. PSC റാങ്ക് ഹോൾഡേഴ്സ് കേസിലെ വിധി KSRTCക്ക് ബാധകമാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു. അതേസമയം സർക്കാരിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂവെന്ന് പിരിച്ചുവിട്ട എംപാനലുകാർ പ്രതികരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീനാഥും തിരുവനന്തപുരത്തെ സമരവേദിയിൽ നിന്ന് ഉമേഷും ചേരുന്നു. ആദ്യം ശ്രീനാഥിലേക്ക്. ശ്രീനാഥ്, കോടതി വിധിയുടെ വിശദാംശങ്ങൾ ആദ്യം. ഗോപി, KSRTC ഒഴിവുകൾ PSC വഴി നികത്തണമെന്ന് ഹൈക്കോടതി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. PSC വഴി നിയമനം കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. KSRTC എംപാനൽ ജീവനക്കാർക്ക് വ്യാജ പ്രതീക്ഷ നൽകുകയായിരുന്നുവെന്നും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. നഷ്ടപരിഹാരം കൂടാതെയാണ് പിരിച്ചുവിട്ടത് എന്ന് എംപാനലുകാർക്ക് ആക്ഷേപമുണ്ടെങ്കിൽ അവർക്ക് വ്യാവസായിക തർക്കപരിഹാര കോടതിയോ അല്ലെങ്കിൽ ലേബർ കോടതിയോ സമീപിക്കാം എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. കുറഞ്ഞ വേതനമാണ് KSRTCക്ക് നൽകിയിരുന്നത് എന്ന വാദം കോടതി അംഗീകരിച്ചില്ല. കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യാൻ എംപാനലുകാരെ ആരും നിർബന്ധിച്ചിരുന്നില്ല എന്ന് ഹൈക്കോടതി പറയുന്നു. കണ്ടക്ടർമാരുടെ ഒഴിവുകൾ സംബന്ധിച്ച ചോദ്യത്തിന് KSRTCയിൽ നിന്ന് വ്യക്തമായ മറുപടി ലഭിച്ചില്ല എന്നും വിമർശനമുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ നിയമിക്കുന്ന താൽക്കാലിക ജീവനക്കാരുടെ സർവീസ് 180 ദിവസങ്ങളിൽ കൂടരുത് എന്ന് സർവീസ് ചട്ടങ്ങളിൽ വ്യവസ്ഥയുണ്ട്. ഇത് KSRTCക്കും ബാധകമാണ് എന്ന് ഹൈക്കോടതി പറയുന്നു. KSRTCയിലെ ഒഴിവുകൾ യഥാസമയം PSCക്ക് റിപ്പോർട്ട് ചെയ്യണം. തർക്കങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സർക്കാർ ഇടപെടേണ്ടതുള്ളൂ എന്നും ഹൈക്കോടതി ഇന്നത്തെ വിധിന്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ശ്രീനാഥിലേക്ക് വരാം. ഇപ്പോൾ ഉമേഷ് കൂടി ചേരുന്നു. ഉമേഷ്, ദിവസങ്ങളായി അവരുടെ എംപാനലുകാരുടെ സമരം അവിടെ പുരോഗമിക്കുകയാണ്. ഇന്നിതാ ഹൈക്കോടതി വ്യക്തമായി പറയുകയും ചെയ്തിരിക്കുന്നു. എന്താണ് സമരവേദിയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ? ഉമേഷ്, ഇപ്പോൾ കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. കോടതി വിധി വന്നിരിക്കുന്നു. സമരം കഴിഞ്ഞ കുറേ ദിവസമായി തുടരുകയാണ്. ഇപ്പോൾ അന്തിമ വിധിയാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്താണ് അവരുടെ പ്രതികരണങ്ങൾ? നിലവിൽ ഇന്ന് 15 ദിവസമാവുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ എംപാനൽ കണ്ടക്ടർമാരായിരുന്ന ജീവനക്കാരുടെ സമരം. അന്ന് കോടതിയിൽ നിന്ന് ഒരു പ്രതികൂല വിധി കൂടി ഉണ്ടായ സാഹചര്യത്തിൽ വെള്ള പുതച്ച്, അതായത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ വെള്ള പുതച്ച് മരിച്ചതിന് തുല്യമായി, മറ്റു പ്രതീക്ഷകളെല്ലാം നശിച്ച് മരിച്ചതിന് തുല്യമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ കിടക്കുകയാണ്. നേരത്തെ നമ്മൾ പല രീതിയിലുള്ള സമരങ്ങൾ കണ്ടിരുന്നു. പട്ടിണി സമരം, പട്ടിണി ജാഥ നയിച്ചിരുന്നു ഇവർ. ഇതോടൊപ്പം അതിനുശേഷം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശയന പ്രദക്ഷിണം നടത്തിയിരുന്നു. ആ പ്രതീക്ഷകളും ആ സമര രീതികൾക്കും ഒന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനമോ ഒരു റെസ്പോൺസോ ഒരു പ്രതികരണമോ ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിൽ ആണ് കോടതി വിധിയിൽ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നത്. ആ തീരുമാനവും ഉണ്ടായില്ല. കോടതി വിധിയിൽ എംപാനലുകാർക്ക് അനുകൂലമായ ഒരു തീരുമാനവും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡിൽ പൂർണ്ണമായി മരിച്ചതിന് തുല്യമായി, അല്ലെങ്കിൽ ഒരു മൃതദേഹം എങ്ങനെയാണോ കിടത്താറുള്ളത് അതുപോലെ കിടന്ന് വെള്ളപുതച്ച് ഈ റോഡിൽ കിടക്കുകയാണ്. ഒരുപക്ഷെ അത്രത്തോളം നേരത്തെ നമ്മൾ ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾ എടുത്തിരുന്നു. വളരെ വൈകാരികമായിട്ടായിരുന്നു ഓരോരുത്തരും പ്രതികരിച്ചത്. പ്രതീക്ഷയുണ്ടായിരുന്നു, കോടതിയിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ഇതിനു മുൻപ് തന്നെ കോടതി നിയമാനുസരണം ഇവരുടെ പുനർനിയമനം നടത്താമെന്നുള്ള ഒരു കമൻറ്റ് പറഞ്ഞിരുന്നു. ആ ഒരു പ്രതീക്ഷ, ആ ഒരു കമൻറ്റിലുണ്ടായിരുന്ന, ആ ഒരു കോടതിയുടെ ആ ഒരു കമൻറ്റിലുണ്ടായിരുന്ന പ്രതീക്ഷ ഇവരിൽ ഇത്രയും ദിവസവും സമരം നടത്തുന്നതിൽ ഒരു പ്രേരക ശക്തിയുമായിരുന്നു. പക്ഷേ ഇന്ന് കോടതി ഈ ഒരു അന്തിമ വിധി വന്ന സാഹചര്യത്തിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവരുടെ ഈ ഒരു കിടപ്പിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് എത്രത്തോളം വിഷം, അല്ലെങ്കിൽ എത്രത്തോളം അവരുടെ ഒരു പ്രതീക്ഷ എത്രത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. എന്തായാലും അവരുടെ പ്രതികരണം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ കിടന്നുകൊണ്ടുള്ള പ്രതിഷേധവും നിങ്ങൾക്ക് സർക്കാർ കാണുമെന്ന് തന്നെയാണ് കരുതുന്നത്? ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ ഒരു ജീവച്ഛവം പോലെ അവസ്ഥയായി. കോടതിയിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. 10-12 വർഷമായി ഞാനൊക്കെ സർവീസ് തുടങ്ങിയിട്ട്. ഇപ്പോൾ ഈ കോടതി വിധി കൂടി വന്നതുകൂടി സർക്കാർ കണ്ണു തുറക്കാത്തൊരവസ്ഥയിൽ ഞങ്ങളൊരു ജീവച്ഛവം പോലെ ആയിരിക്കുകയാണ്.
ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് കോടതി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സർക്കാർ ഞങ്ങളെ ഈ ഇത്തരം സമരങ്ങൾ കാണും എന്നൊക്കെയാണ് വിചാരം. ഇപ്പം ഞങ്ങളൊരു ജീവനില്ലാത്ത അവസ്ഥ, ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആണ് ഈ ഒരു സമരം ഈ ഒരു രീതിയിൽ ഇരിക്കുന്നത്. ഞങ്ങൾ വളരെയധികം ദുഃഖത്തിലുള്ള, എല്ലാവരും വളരെ ദുഃഖത്തിലാണ് ഈ അവസ്ഥ. എന്താണ് ചേട്ടാ പറയാനുള്ളത്? ഞാനിപ്പോൾ കയറിയിട്ട് തന്നെ 12 വർഷമായി. അതേപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തെ എല്ലാം വയ്യാത്ത അമ്മമാർ, മക്കളെ പഠിത്തം, ഇതൊക്കെ ഒരു ചോദ്യചിഹ്നമായിട്ടാണ് നിൽക്കുന്നത്. ഈ ആത്മഹത്യ ചെയ്യാണ്ട് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം തന്നെ അവരെ വീട്ടുകാരെ കുടുംബക്കാരെ ഓർത്തുകൊണ്ടാണ്. അപ്പോൾ എന്ത് വന്നാലും സർക്കാർ കണ്ണു തുറന്ന് ഒന്നല്ലെങ്കിൽ ഞങ്ങളെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ പുനരുദ്ധരിപ്പിക്കുകയോ അല്ലെങ്കിൽ 1000 ബസ്സുകൾ ഇറക്കാൻ ബജറ്റിൽ കാശ് അനുവദിച്ചിട്ടുണ്ട്. ബസ്സുകൾ കൂടുതൽ ഇറക്കി ഞങ്ങളെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിച്ച് ഞങ്ങളുടെ കുടുംബം പുലർത്താനുള്ളൊരു മാർഗം സർക്കാർ കണ്ടെത്തണം. ഇനി ഇപ്പോൾ എനിക്ക് തന്നെ 48 വയസ്സായി, ഇതുപോലെ 53 വയസ്സ് വരെയുള്ള ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇനി ഒരു പുതിയ ജോലി തേടിയെത്തിയൊരു കുടുംബം ഇനി കെട്ടിയുറപ്പിക്കാനോ ആ കുടുംബത്തെ പോറ്റാനോ കഴിയില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് സർക്കാർ ഇതിൽ ഇടപെട്ടിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനം. കാരണം 15 ദിവസമായി ഇപ്പോൾ ചെറുപയറും കഞ്ഞി നാട്ടുകാർ തരുന്ന ബക്കറ്റ് കൊണ്ട് പിരിച്ചു കിട്ടുന്ന കാശ് കൊണ്ടാണ് ഞങ്ങളോട് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുടുംബത്തിലെ ആൾക്കാരുടെ കാര്യം വരെ എത്രയാണെന്ന് അറിയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായിട്ട് സർക്കാർ ഇതിൽ ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്. തീർച്ചയായും വ്യക്തമാണ് ഗോപി. അതായത് സമരത്തിൽ പങ്കെടുക്കുന്ന കൂടുതൽ പേരും 10-ലധികം വർഷം KSRTCയിൽ എംപാനൽ കണ്ടക്ടർമാരായി ജോലി ചെയ്തവരാണ്. അവർക്ക് പെട്ടെന്നൊരു ദിവസം മറ്റൊരു ജോലി തേടിപ്പോകാനോ അല്ലെങ്കിൽ ഇത്രയും കാലം KSRTCയിൽ ജോലി ചെയ്തുകൊണ്ടുണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു ജോലി പെട്ടെന്ന് അവർക്ക് തേടിപ്പോകുക അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്. എന്തായാലും ആ ഒരു പ്രതിസന്ധി കൂടി കണക്കിലെടുത്ത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സമരത്തിൻ്റെ അവസാന മാർഗമായി ഇപ്പോൾ വെള്ളപുതച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ കിടക്കുന്നത്. ഗോപി, ഉമേഷും ശ്രീനാഥുമാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം 2 യുവതികൾ മാത്രമാണ് ദർശനം നടത്തിയതെന്ന് ദേവസ്വം മന്ത്രി നിയമസഭയെ അറിയിച്ചു. ശ്രീലങ്കൻ യുവതി ദർശനം നടത്തിയതായി സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. അരുൺ, എന്തൊക്കെയാണ് മന്ത്രി ഈ വിഷയത്തിൽ നിയമസഭയിൽ നിന്ന് അറിയിച്ചത്? ഗോപി, ശബരിമലയിൽ ദർശനം നടത്തിയ യുവതികളുടെ കണക്ക് സംബന്ധിച്ച് സർക്കാർ തന്നെ വ്യക്തതയില്ല എന്നതിന്റെ സൂചനയാണ് ഇന്ന് നിയമസഭയിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രേഖാമൂലം നൽകിയ മറുപടി. നേരത്തെ സർക്കാർ ആദ്യം കോടതിയിൽ സമർപ്പിച്ച പട്ടികയിൽ 51 പേർ ദർശനം നടത്തിയെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് അത് ചീഫ് സെക്രട്ടറി തിരുത്തി 17 യുവതികൾ മാത്രമാണ് ശബരിമല ദർശനം നടത്തിയ തരത്തിൽ റിപ്പോർട്ട് നൽകി. ഇപ്പോൾ ആ കണക്കം സർക്കാർ മാറ്റുകയാണ്. ദേവസ്വം ബോർഡിന്റെ കണക്കുകളാണ് ഇപ്പോൾ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകിയ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ഇന്ന് സഭയിൽ മറുപടി നൽകിയിരിക്കുന്നത്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം 2 യുവതികൾ മാത്രമാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. ശ്രീലങ്കൻ യുവതി ദർശനം നടത്തിയതായി സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെന്നും രേഖാമൂലം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സഭയെ അറിയിച്ചിട്ടുണ്ട്. ശബരിമല നടവരുമാനത്തിൽ വലിയ കുറവ് വന്നതായും മന്ത്രി സഭയെ അറിയിച്ചു. ശരി അരുൺ. ഇടുക്കിയിൽ ഇടത് സ്വതന്ത്രനായ സിറ്റിംഗ് MP ജോയ്സ് ജോർജ് ആണ് ഇത്തവണയും മത്സരിച്ചേക്കും. ജോയ്സിന്റെ ഭരണനേട്ടങ്ങൾ അക്കമിട്ട് നിരത്തുന്ന പ്രചരണ ബോർഡുകൾ ഇതിനകം മണ്ഡലത്തിൽ നിരന്നു കഴിഞ്ഞു. എന്നാൽ മാണി ഗ്രൂപ്പിന്റെ അവകാശം കൂടി എത്തിയതോടെ UDF സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിൽ അവ്യക്തത തുടരുകയാണ്. വികസന നേട്ടങ്ങൾ വിശദീകരിക്കുന്ന കൈപ്പുസ്തകം, MP-യുടെ പുഞ്ചിരി തൂകുന്ന മുഖവുമായുള്ള കൂറ്റൻ പ്രചരണ ബോർഡുകൾ എന്നിവ ഇടുക്കിയിൽ നിരന്നു കഴിഞ്ഞു. CPM നേതൃത്വത്തിൽ നിന്ന് മത്സരിക്കാനുള്ള പച്ചക്കൊടിയും ജോയ്സ് ജോർജിന് ലഭിച്ചതായാണ് സൂചന. മത്സരരംഗത്തുണ്ടാവുമോ എന്ന ചോദ്യത്തിന് MP-യുടെ മറുപടി ഇങ്ങനെ: ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ത് തീരുമാനമെടുത്താലും ഞാൻ ആ തീരുമാനത്തിന് ഒപ്പം നിൽക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു തീരുമാനങ്ങളിലേക്ക് വരുന്ന ഘട്ടത്തിൽ അത് എന്താണെങ്കിലും ആ തീരുമാനത്തിനൊപ്പം നിൽക്കും. ഉമ്മൻചാണ്ടിയെ കളത്തിലിറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസ് നീക്കം. മാണി ഗ്രൂപ്പ് ഇടുക്കിക്കായി രംഗത്തെത്തിയത് UDF-ൽ തലവേദനയായിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മത്സരിച്ചില്ലെങ്കിൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസിന് 2ാം ഊഴം ലഭിക്കും. സീറ്റ് കോൺഗ്രസിന് തന്നെ ആയിരിക്കും എന്നാണ് ഞങ്ങളുടെ നിഗമനം, ഞങ്ങളുടെ അറിവ്. അതുകൊണ്ട് ഏത് സ്ഥാനാർത്ഥി വന്നാലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഉമ്മൻചാണ്ടി സ്ഥാനാർത്ഥിയായി വരും എന്നതിനെ സംബന്ധിച്ചൊക്കെ ഉള്ള വാർത്തകൾ വരുമ്പോൾ ഉമ്മൻചാണ്ടി സ്ഥാനാർത്ഥിയാണെങ്കിൽ ഞങ്ങൾ കൂടുതൽ സന്തോഷം എന്നതാണ് അതിനകത്ത് സൂചിപ്പിക്കാനുള്ളത്. NDAയുടെ സീറ്റ് BD ജെയ്സിനാവും. SNDPയുടെ നേതൃനിരയിലുള്ളവരെ കളത്തിലിറക്കി വോട്ട് വീതം വർദ്ധിപ്പിക്കാനാണ് BJP ലക്ഷ്യമിടുന്നത്. ഇടുക്കിയിൽ നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. നിയന്ത്രണമില്ലാതെ കുതിക്കുന്ന സിമന്റ് വില നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു. അടിക്കടി വില കൂടുന്ന കമ്പനികൾക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങിയാണ് സിമന്റ് വ്യാപാരികളും നിർമ്മാണ മേഖലയിലെ സംഘടനകളും. കേരളത്തിൽ മാത്രമുണ്ടാവുന്ന വിലക്കയറ്റം തടയാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നും പരാതിയുണ്ട്.
430 രൂപയിലെത്തിയിരിക്കുകയാണ് സംസ്ഥാനത്ത് സിമന്റിന്റെ വില. 50 മുതൽ 60 രൂപ വരെ വർധനവ്. പ്രളയ സെസ് കൂടെ വരുമ്പോൾ 4 രൂപ വീണ്ടും കൂടും. രാജ്യത്ത് ഏറ്റവും ഉയർന്ന സിമന്റ് വില കേരളത്തിലാണ്. അയൽ സംസ്ഥാനങ്ങളെക്കാൾ 100 രൂപയോളം കൂടുതൽ. നിയന്ത്രിക്കാൻ സംവിധാനങ്ങളില്ലാത്തത് അടിക്കടി വില കൂടാൻ കാരണമാവുന്നെന്ന് വ്യാപാരികൾ പറയുന്നു. അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനവും വിൽപ്പനയും നിർത്തിവെച്ചുള്ള പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനാണ് സംയുക്ത സംഘടനകളുടെ തീരുമാനം. പൊതുമേഖലാ സ്ഥാപനമായ മലബാർ സിമന്റ്സ് നിലവിൽ 4% മാത്രമാണ് വിപണിയിൽ ഇടപെടുന്നത്. കൃത്യമായി സംസ്ഥാന സർക്കാർ വിപണിയിൽ ഇടപെട്ട് സിമന്റ് വില നിയന്ത്രിക്കുന്നതിന് നടപടിയെടുക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ ഉൾപ്പെടെ സമീപിച്ച് നടപടികളെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാനത്ത് സിമന്റ് വില കുറയും. പ്രളയാനന്തരമുള്ള പുനർനിർമ്മാണങ്ങളെ അടക്കം വിലക്കയറ്റം ബാധിക്കും. ഏറ്റവും അധികം നിർമ്മാണം നടക്കുന്ന സമയത്ത് വില വർദ്ധിപ്പിക്കുന്നത് കരുതിക്കൂട്ടിയുള്ള നീക്കമാണെന്നും ആരോപണമുണ്ട്. ശരാശരി 9 ടൺ സിമന്റ് വിൽക്കുന്ന സംസ്ഥാനത്ത് നിന്ന് കമ്പനികൾ ഇനി 1 മാസം കൊണ്ട് 100 കോടിയോളം രൂപ അധിക ലാഭമുണ്ടാക്കും. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 6300 കോടി പിഴ ചുമത്തുന്ന സാഹചര്യം വരെ ഉണ്ടായി. എന്നിട്ട് പോലും കമ്പനികൾ വില വർധനവുമായി മുന്നോട്ട് പോവുകയാണ്. കമ്പനികളുടെ ഇത്തരം നടപടികൾക്കെതിരെ വ്യാപാര സംഘടനകളുടെയും നിർമ്മാണ മേഖലയിലെ മറ്റു സംഘടനകളുടെയും പ്രാതിനിധ്യത്തിൽ ഞങ്ങൾ നിർമ്മാണ ഉൽപ്പന്നങ്ങളുടെ പർച്ചേസ് നിർത്തും. പൊതുമേഖലാ സ്ഥാപനമായ മലബാർ സിമന്റ്സ് ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് വില പിടിച്ചു നിർത്താൻ ഇടപെടണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 കോഴിക്കോട്. മലപ്പുറം പൂക്കോട്ടൂർ അറവങ്കരയിൽ കാറ് നിയന്ത്രണം വിട്ട മതിൽ ഇടിച്ച് മറിഞ്ഞ് 3 പേർ മരിച്ചു. മോങ്ങം സ്വദേശി ബീരാൻകുട്ടിയുടെ മകൻ ഹുസൈൻ, കൊണ്ടോട്ടി സ്വദേശി സനൂപ്, മറയൂർ സ്വദേശി ഷിഹാബുദ്ദീൻ എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 2:45 അപകടം. ഷിഹാബുദ്ദീൻ കഴിഞ്ഞ ദിവസമാണ് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വന്നത്. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഫ്രാൻസിസ് മാർപ്പാപ്പ UAE-യിലെത്തി. ഇന്നലെ രാത്രി അബുദാബി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ മാർപ്പാപ്പയ്ക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മാർപ്പാപ്പ ഉപഭൂഖണ്ഡത്തിലെത്തുന്നത്. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ക്ഷണപ്രകാരം മാനവ സാഹോദര്യ സംഗമത്തിൽ പങ്കെടുക്കാനാണ് കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ അബുദാബിയിലെത്തിയത്. മാനവ സാഹോദര്യ സംഗമത്തെ അഭിസംബോധന ചെയ്യുന്ന മാർപ്പാപ്പ അബുദാബി കിരീടാവകാശിയുമായി കൂടിക്കാഴ്ച നടത്തും. വത്തിക്കാനിലെയും UAE-യിലെയും ഉന്നത ഉദ്യോഗസ്ഥർ ചർച്ചയിൽ പങ്കെടുക്കും. വൈകിട്ട് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിൽ മുസ്ലിം കൗൺസിൽ അംഗങ്ങളുമായും കൂടിക്കാഴ്ചയുണ്ടാകും. ചൊവ്വാഴ്ച അബുദാബി സെന്റ് ജോസഫ് കത്തീഡ്രൽ സന്ദർശിക്കുന്ന മാർപ്പാപ്പ അവശത അനുഭവിക്കുന്ന 300ഓളം രോഗികൾക്കായി പ്രത്യേക പ്രാർത്ഥന നടത്തും. തുടർന്ന് സായി സ്പോർട്സ് സിറ്റിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. UAE സന്ദർശനത്തിന് മുന്നോടിയായുള്ള വത്തിക്കാനിലെ പ്രാർത്ഥനയിൽ യമനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. മാർപ്പാപ്പയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് UAE-യിലെ വിദ്യാലയങ്ങൾക്ക് 2 ദിവസം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2019 UAE സഹിഷ്ണുത വർഷമായി ആചരിക്കുമ്പോൾ സഹിഷ്ണുതയുടെ വക്താവെന്നറിയപ്പെടുന്ന മാർപ്പാപ്പയുടെ സന്ദർശനം സാഹോദര്യത്തിന്റെ പുതുചരിത്രമാണ് രചിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ആഭ്യന്തര പ്രതിസന്ധി രൂക്ഷമായ വെനിസ്വേലയിൽ വിമത നേതാവ് ജോൺ ഗെയ്ദോയ്ക്ക് പരസ്യ സഹായവുമായി അമേരിക്ക. പ്രതിപക്ഷ നേതാവ് ജോൺ ഗെയ്ദോയുടെ അഭ്യർത്ഥന പ്രകാരം വെനിസ്വേലയ്ക്ക് സഹായം അയച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. വേണ്ടിവന്നാൽ സൈന്യത്തെ അയക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി. വെനസ്വേലയിലെ ഔദ്യോഗിക പ്രസിഡന്റും സോഷ്യലിസ്റ്റ് നേതാവുമായ നിക്കോളാസ് മദുറോയ്ക്ക് എതിരാണ് തുടക്കം മുതൽ അമേരിക്ക. സ്വയം പ്രഖ്യാപിത പ്രസിഡന്റ് ജോൺ ഗൊയ്ദോയ്ക്കാണ് അമേരിക്കയുടെ പിന്തുണ. ജോൺ ഗൊയ്ദോയുടെ അഭ്യർത്ഥന പ്രകാരം വെനസ്വേലയ്ക്ക് മാനുഷിക സഹായം എത്തിച്ചു തുടങ്ങിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സൈനികമായി ഇടപെടാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ലെന്നും ട്രംപ് പറഞ്ഞു. വെനസ്വേലയിലെ എണ്ണ കമ്പനികൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെനസ്വേലയുടെ എണ്ണ കയറ്റുമതിയുടെ 41% അമേരിക്കയിലേക്കാണ്. ഈ വരുമാനം മരവിപ്പിച്ച് നിക്കോളാസ് മദുറോ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനാണ് അമേരിക്കൻ നീക്കം. എന്നാൽ വെനസ്വേലയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്കൻ ഇടപെടലുണ്ടായാൽ കനത്ത തിരിച്ചടി നൽകുമെന്ന് നിക്കോളാസ് മദുറോ പ്രതികരിച്ചു. സാമ്രാജ്യത്വ ലക്ഷ്യങ്ങളോടെ വെനസ്വേലയിൽ പ്രവേശിച്ചാൽ വൈറ്റ് ഹൌസിൽ ചോരപ്പാടുകൾ ശേഷിപ്പിച്ച ചരിത്രവുമായി ട്രംപിന് പടിയിറങ്ങേണ്ടി വരുമെന്നും നിക്കോളാസ് മദുറോ പറഞ്ഞു. പ്രസിഡന്റിന്റെയും സ്വയം പ്രഖ്യാപിത പ്രസിഡന്റിന്റെയും അനുയായികൾ തെരുവിലിറങ്ങിയതോടെ വെനസ്വേലയിൽ സംഘർഷം തുടരുകയാണ്. പ്രസിഡന്റ് നിക്കോളാസ് മദുറോ 2ാം തവണയും അധികാരത്തിലെത്തിയതോടെയാണ് രാഷ്ട്രീയ പ്രതിസന്ധി തുടങ്ങിയത്. പ്രതിപക്ഷത്തെ വിലക്കി ഏകപക്ഷീയ തെരഞ്ഞെടുപ്പാണ് നടന്നത്. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നേതാവ് ജോൺ ഗൊയ്ദോ പ്രസിഡന്റായി സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18.
വനം വകുപ്പിന്റെ വിവിധ റേഞ്ചുകളിൽ നടന്നുവന്നിരുന്ന ഈറ്റവെട്ട് പുനരാരംഭിക്കാൻ നടപടിയായില്ല. നേര്യമംഗലം, അടിമാലി, ആനക്കുളം വനമേഖലയിൽ ഈറ്റവെട്ടാനുള്ള കരാർ നടപടികൾ തുടങ്ങിയെങ്കിലും അത് പൂർത്തീകരിക്കാനാവാത്തതിൽ പ്രതിസന്ധിയിലാണ് തൊഴിലാളികൾ. വിവിധ ഫോറസ്റ്റ് റേഞ്ചുകളിൽ നടന്നുവന്നിരുന്ന ഈറ്റവെട്ട് ഒട്ടേറെ തൊഴിലാളി കുടുംബങ്ങളുടെ ഉപജീവന മാർഗമായിരുന്നു. എന്നാൽ ഈറ്റവെട്ട് പുനരാരംഭിക്കാനുള്ള നടപടികൾ ഈ തവണ വനവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. നേര്യമംഗലം, അടിമാലി, ആനക്കുളം വനമേഖലയിൽ നിന്ന് വെള്ളൂർ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിലേക്കായിരുന്നു ഈറ്റ വെട്ടി കയറ്റി അയച്ചിരുന്നത്. വനത്തിലെ ഈറ്റ വെട്ടുന്നതിന് ഓരോ റേഞ്ചിന്റെ കീഴിൽ ടെൻഡർ വിളിച്ച് നടത്തിക്കൊണ്ടിരുന്ന നടപടിക്രമങ്ങൾ ഇതുവരെ ആയിട്ടില്ല. അതുകൊണ്ട് ഈറ്റത്തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ വനംവകുപ്പ് അതിനുവേണ്ട സത്വര നടപടികൾ എത്രയും വേഗം എടുക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ഈ 3 റേഞ്ചുകളിൽ നിന്നായി 10,000 ടൺ വരെ ഈറ്റ വെട്ടുകയായിരുന്നു. അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതി വന്നതോടെ വെട്ടുന്ന ഈറ്റയുടെ അളവിൽ കുറവ് സംഭവിച്ചു. ഒപ്പം തൊഴിലാളികൾക്ക് തൊഴിൽ ദിനവും നഷ്ടമായി. വർഷത്തിൽ 6 മാസം മാത്രമാണ് ഇപ്പോൾ ഈറ്റവെട്ട് നടക്കുന്നത്. 4,000 ടൺ ഈറ്റ വെട്ടാനായിരുന്നു നടപ്പ് സാമ്പത്തിക വർഷത്തിലെ കരാർ. ഇത് എങ്ങും എത്താതെ വന്നതോടെയാണ് തൊഴിലാളികൾ പ്രതിസന്ധിയിലായത്. ന്യൂസ് 18 ഇടുക്കി. നിയമസഭാ നടപടികളുടെ ദൃശ്യങ്ങളിലേക്കാണ് ഇനി. തീരുമാനത്തിന് where VAT on aviation turbine fuel may be reduced to 1% in respect of regional connectivity scheme flights by overruling the opinion of the finance department. അന്ന് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എതിർത്തു. അത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ. മലപ്പുറം വളാഞ്ചേരി കാട്ടുപരുത്തി പാടശേഖരത്തെ നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവമാക്കി നാട്ടുകാർ. പാടശേഖര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി ഡോക്ടർ കെ ടി ജലീലും എത്തി. ഊണിയംപാലം അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയോടുകൂടിയാണ് കൊയ്ത്തുത്സവത്തിന് തുടക്കമായത്. കാർഷിക സംസ്കൃതി അന്യം നിന്നുപോകുന്ന കാലഘട്ടത്തിൽ മണ്ണും ജൈവസമ്പത്തും പരമപ്രധാനമാണെന്ന സന്ദേശമാണ് കാട്ടുപരുത്തിയിലെ ജനകീയ കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്നത്. 150 ഏക്കർ പ്രദേശത്താണ് കൃഷി. കാട്ടുപരുത്തി പാടശേഖര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളയിച്ചെടുത്ത നെൽകൃഷിയുടെ വിളവെടുപ്പ് അതിനാൽ ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു നടന്നത്. പരിപാടിയിൽ പങ്കെടുക്കാൻ ജനപ്രതിനിധികൾക്കും നാട്ടുകാർക്കുമൊപ്പം മന്ത്രി കെ ടി ജലീലും എത്തി. കാലാകാലങ്ങളിൽ കൃഷി ഇറക്കി നമ്മുടെ പാടശേഖരങ്ങളൊക്കെ തന്നെ കൃഷിയോഗ്യമാക്കുന്നതിന് ഗവൺമെന്റ് മുൻകൈയെടുക്കണം. ഇന്ന് നല്ല കൃഷി ഓഫീസർമാരുണ്ട് നമുക്ക്. എല്ലാ സ്ഥലങ്ങളിലും ചെറുപ്പക്കാരായിട്ടുള്ള കൃഷി ഓഫീസർമാർ, പുതിയ ചെറുപ്പക്കാർ വളരെ നല്ല രീതിയിലാണ് കാർഷിക മേഖലയിൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വി.പി. സക്കറിയ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മുതിർന്ന കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് 18 തിരൂർ. പഴയകാലത്തെ മുസ്ലിം വിവാഹ വീട് പുനരാവിഷ്കരിച്ച് കോഴിക്കോട് പൂനൂരിലെ കുടുംബം. മകൾ ഫാത്തിമ ജഹാന്റെ കല്യാണം വേറിട്ടതാക്കാനാണ് പുതിയ ആശയം മൂസ പ്രാവർത്തികമാക്കിയത്. കുരുത്തോല കൊണ്ട് കവാടം, തെങ്ങിൻ പൂക്കലയുടെ അലങ്കാരം, മുറ്റത്ത് തെങ്ങോല പന്തൽ, പന്തളിഞ്ഞ് പനമ്പട്ടയുടെ മേൽക്കൂര, ഈന്തിൻ പട്ട കൊണ്ട് ചുറ്റുമറ, പന്തളിഞ്ഞരിക്കിൽ സാരി കൊണ്ടുള്ള ബോർഡർ, മുറ്റത്ത് മുറുക്കൻ, വെറ്റിലയും അടക്കയും എല്ലാം തയ്യാർ. വെളിച്ചം പകരാൻ മണ്ണെണ്ണ വിളക്കും പെട്രോമാക്സും. കക്കാട്ടുമ്പൽ മൂസ തന്റെ മകളുടെ വിവാഹം ശ്രദ്ധേയമാക്കാൻ ഒരു ദിവസത്തേക്ക് പഴയ കാലത്തെ തിരികെ വിളിച്ചു. പഴമയെന്ന പുതിയ ആശയത്തെക്കുറിച്ചുള്ള ചോദ്യം മൂസ പ്രതീക്ഷിച്ചിരുന്നു. പുതിയ തലമുറക്കൊക്കെ ഇതൊരു കാണാൻ പഴയ കാലത്തെ പറയുമ്പോൾ അവർക്ക് എന്താണെന്ന് മനസ്സിലാകാത്തൊരു സ്ഥിതിയാണ്. പന്തൽ, ഓലപ്പന്തലിനൊക്കെ പറഞ്ഞാൽ ഇഞ്ചൊക്കെ ചെറുപ്രായത്തിലുള്ളതാ. ഒരു പാരമ്പര്യം കല്യാണ നാളിനെ അലങ്കരിക്കുന്നതിൽ ആഹ്ലാദഭരിതയാണ് നവവധു. ഓലപ്പന്തൽ എന്ന് പറഞ്ഞപ്പോൾ എത്രത്തോളം ഒന്നും പ്രതീക്ഷിച്ചില്ല. അതിനും പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷമായി. ഇത് ഓലപ്പന്തൽ എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി പേര് ഇത് കാണാൻ ആഗ്രഹിക്കുകയും ഞങ്ങളെ ഏജിലുള്ളവർ പ്രത്യേകിച്ചു ഇങ്ങനെ ഒരു സംഭവമൊക്കെ പണ്ട് ഉണ്ടായിരുന്നോന്ന് ചിന്തിച്ചിട്ടുണ്ട്. കല്യാണത്തോടനുബന്ധിച്ച് പണ്ട് പതിവുണ്ടായിരുന്ന വിനോദ പരിപാടികളും അരങ്ങേറി. പഴമയുടെ പ്രൗഢി കണ്ട് അമ്പരന്നു അതിഥികൾ. പഴമക്കാർ ചെറുപ്പക്കാരായി. ചെറുപ്പക്കാർ എത്നിക് ബാക്ക്ഗ്രൗണ്ടിൽ സെൽഫി എടുത്ത് സംതൃപ്തരായി. ന്യൂസ് 18 താമരശ്ശേരി. തൃത്താല പട്ടിത്തറ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കലാപരിചയം പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് പരിധിയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് കുട്ടികളിൽ കലാ അഭിരുചി വളർത്താൻ ലക്ഷ്യമിട്ട് പദ്ധതി നടപ്പാക്കുന്നത്.
കുട്ടികളിലെ കലാപരമായ കഴിവുകൾ കണ്ടെത്താനും പിന്തുണ നൽകാനും ലക്ഷ്യം വെച്ചാണ് പദ്ധതി. ശാസ്ത്രീയ നൃത്തരൂപങ്ങൾ, കഥകളി, തുള്ളൽ തുടങ്ങിയ കലകൾ സ്കൂളുകൾ വഴി കുട്ടികൾക്ക് പരിചയപ്പെടുത്തും. സെമിനാറുകൾ, ഡെമോൺസ്ട്രേഷനുകൾ, അവതരണം എന്നിവ ഉൾക്കൊള്ളും വിധമാണ് പദ്ധതി. കലാപരിചയത്തിന്റെ ഭാഗമായി വട്ടിനാട് ഗവൺമെന്റ് LP സ്കൂളിൽ കഥകളി ക്ലാസ് നടന്നു. വാഴയങ്കട കുഞ്ഞുനായർ സ്മാരക ട്രസ്റ്റിന്റെ സഹകരണത്തോടെ നടന്ന പരിപാടിയിൽ പീശപ്പള്ളി രാജീവ് കഥകളി സോദാഹരണ ക്ലാസിന് നേതൃത്വം നൽകി. കിള്ളിക്കുരിശുമംഗലം കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിന്റെ സഹകരണത്തോടെയാണ് തുള്ളൽ മഹോത്സവം ശില്പശാല നടന്നത്. ദൃശ്യാവിഷ്കാരങ്ങൾക്ക് പുറമെ കഥകളിയുടെയും ഓട്ടംതുള്ളലിന്റെയും നൃത്തരൂപങ്ങളുടെയും വ്യത്യസ്ത ചിത്രപ്രദർശനവും സ്കൂളുകളിൽ ഒരുക്കി. ന്യൂസ് 18 തൃത്താല. നാട്ടിൻപുറത്തെ സാധാരണക്കാരനായി ജയറാം എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ലോനപ്പന്റെ മാമോദിസ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടി പ്രദർശനം തുടരുന്നു. പ്രധാന വേഷത്തിലെത്തിയ ശാന്തികൃഷ്ണ വിശേഷങ്ങളുമായി ചേരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം ജയറാമും ശാന്തികൃഷ്ണയും ഒരുമിച്ച് അഭിനയിച്ച ചിത്രം കൂടിയാണ് ഇത്. ലോലപ്പന്റെ മാമോദിസ എന്ന ചിത്രത്തിൽ ഒരു സുപ്രധാന വേഷത്തിലെത്തുന്ന മലയാളികളുടെ സ്വന്തം താരമായ ശാന്തികൃഷ്ണ മാമാണിപ്പോ നമ്മളോടൊപ്പം ചേരുന്നത്. മാം, ആദ്യം തന്നെ മാമിനെ കാണുമ്പോൾ ചോദിക്കണം എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ മലയാള സിനിമയിൽ സജീവമായി എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഇടവേള എവിടെയായിരുന്നു? ആ ഒരു ഇടവേളയിൽ ബാംഗ്ലൂരിലും പിന്നെ US-ലുമായിട്ട് ഇങ്ങനെ ഷട്ടിൽ സർവീസ് പോലെയായിരുന്നു. ഇവിടെ തന്നെ വെറും ഒരു ആസ് എ ഡൊമസ്റ്റിക് എഞ്ചിനീയർ എന്ന് പറയുന്നില്ലേ, ഹൗസ് വൈഫ് തന്നെ. ഇപ്പോൾ പിള്ളേരുടെ ഗ്രോയിങ് അപ്പ് സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ അതും അവരായിട്ടൊരു വീട്ടമ്മ ആയിട്ട് തന്നെയായിരുന്നു ജീവിതം. തിരിച്ച് നമ്മൾ മൂവിയിലേക്ക് വരികയാണെങ്കിൽ മൂവിയിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ജയറാമേട്ടനോടൊപ്പം ഒരു ഇടവേളയ്ക്ക് ശേഷം വരുന്നു. എങ്ങനെയാണ്, എന്ത് പറയുന്നു മൂവി എന്താണ് മലയാളികൾക്ക് നൽകുന്നത്? ഒരു ത്രില്ലറാണോ അതോ എന്താണ്? ഒരിക്കലും ത്രില്ലർ പോലെ പടമല്ല. ഇതൊരു ഫാമിലി സബ്ജക്റ്റ് ആണ്, ഒരു കോമഡി ജോണറിൽ. എങ്ങനെയുണ്ടായിരുന്നു ജയറാമേട്ടൻ എന്ന് പറയുമ്പോൾ? ലൊക്കേഷനിലൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ഒക്കെ ആയിട്ടുള്ളൊരു സെയിം. ഇപ്പൊ നമ്മളിപ്പോ നേരിട്ട് നമുക്ക് ജയറാമിന്റെ പണ്ടത്തെ ജയറാം എന്ന് പറയുമ്പോൾ എന്നും നന്മകൾ എന്ന പടത്തിൽ ഞാൻ ഒരുമിച്ച് അഭിനയിച്ചതാണ്. അതിനുശേഷം പിന്നെ ഞാൻ ഇവിടെ ഇൻഡസ്ട്രിയിൽ ഇല്ലായിരുന്നല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ ഈ ജയറാമിന്റെ ഗ്രോത്ത് ആണ് നമ്മൾ ഇപ്പോഴത്തെ ജയറാമിനെ കാണുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാള സിനിമയിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ആ ഒരു ഇടവേള വന്നപ്പോൾ മലയാള സിനിമയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരുപാട് മാറ്റങ്ങളുണ്ടല്ലോ. സത്യമായിട്ട് ഞാൻ ഇൻഡസ്ട്രി ലാസ്റ്റ് എനിക്ക് ഓർമ്മയിൽ ചെയ്ത പടം സുഹൃതമാണ്. അപ്പൊ ആ സമയം വരെ നമുക്ക് എന്തായാലും ടെക്നോളജി ഡെവലപ്പ് ആയിട്ടില്ലല്ലോ. പിന്നെ ഇന്ന് കുറെ നല്ല ന്യൂ ടാലന്റ്സ് വരുന്നുണ്ട്. ആർക്കും അതൊരു പണ്ടത്തെ ഒരു ഫീലില് അയ്യോ സിനിമയോ, അയ്യോ അതിലാണോ അഭിനയിക്കാൻ പോവാണ്, ആ ഒരു ടോണേ ഇല്ല ആർക്കും. ഒരു ചെറിയൊരു കുഴപ്പിക്കുന്നൊരു ചോദ്യമാണെന്ന് തന്നെ പറയാം. നമ്മളിപ്പോ സിനിമയില് നമ്മള് ഒരു നായകനും നായികയായിട്ടൊക്കെ അഭിനയിക്കുന്നവരായിരിക്കും. പിന്നീട് കുറെ കാലം കഴിയുമ്പോൾ ഈ നായകൻ വീണ്ടും സിനിമയിലെ നായക വേഷത്തിൽ തന്നെയായിരിക്കും. നമ്മളൊരു ഇടവേളയ്ക്ക് ശേഷം വരുമ്പോൾ അമ്മയായും ചേച്ചിയായും ഒക്കെ മാറുന്നു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെയുള്ളൊരു മാറ്റത്തിലേക്ക് വരുന്നത്? ഇത് എനിക്ക് തോന്നുന്നത് എല്ലാവരും അഗ്രി ചെയ്യുന്ന സംഭവമായിരിക്കും. മെയിൽ ഡോമിനേഷൻ തന്നെയാണ് ഇവിടെ സൊസൈറ്റിയിൽ തന്നെ. അങ്ങനെ ഇന്നും അത് എത്ര ഈക്വാലിറ്റി എന്ന് പറഞ്ഞാലും എന്തുണ്ടെങ്കിലും അത് എന്തായാലും മൈൻഡിൽ നിന്ന് ആർക്കും പോകുന്നില്ല. ഈ സിനിമയിലെ ശാന്തി മാമിന്റെ റോളും കൂടുതൽ ശ്രദ്ധിക്കപ്പെടട്ടെ. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. പൂമരത്തിന് ശേഷം കാളിദാസ് ജയറാം നായകനായി എത്തുന്ന ചിത്രമാണ് മിസ്റ്റർ ആൻഡ് മിസിസ് റൌഡി. കോമഡി പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജീതു ജോസഫാണ്. നായകനായെത്തുന്ന തന്റെ പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങൾ കാളിദാസൻ പങ്കുവയ്ക്കുന്നു. യുവതാരനിരയിലെ ശ്രദ്ധേയ സാന്നിധ്യം മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ജയറാമിന്റെ മകൻ കാളിദാസ് ജയറാമാണ് നമുക്കൊപ്പം ചേരുന്നത്. പൂമരത്തിന് ശേഷം ഒരു ഹാസ്യ ചിത്രമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പം 22-ാം തീയതി മിസ്റ്റർ ആൻഡ് മിസ് റൌഡി എന്ന ചിത്രം റിലീസ് ചെയ്യാൻ പോവാണ്. എത്രത്തോളം പ്രതീക്ഷയോട് കൂടിയാണ് ഈ ചിത്രത്തെ കാണുന്നത്? സത്യം പറഞ്ഞാൽ അത്യാവശ്യം ടെൻഷനുണ്ട്. കാരണം ഇത് ജത്തു ജോസഫ് സാറാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതൊരു ത്രില്ലറോ അല്ലെങ്കിൽ ഒരു മാസ് പടോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ സിനിമയോ ആയിരിക്കും എന്നൊക്കെ ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കും. കാരണം നേരത്തെ സാർ ചെയ്ത മൂവീസൊക്കെ ആ ഒരു ജോണറിലുള്ള സിനിമ. പക്ഷേ ഇതൊരു ടോട്ടലി ഒരു ലൈറ്റ് ഹാർട്ടഡ് കോമഡി എൻ്റർടൈനറാണ്. ആദ്യം തൊട്ട് അവസാനം വരെ തമാശ ഇഷ്ടം പോലെയുള്ള ഒരു സിനിമയാണ്. പൂമരത്തിൽ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നല്ലോ, ചെയർമാൻ. സീരിയസ് ആയ കഥാപാത്രം എന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഈ ഇതിലോട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പു എന്ന പേരുള്ളൊരു കഥാപാത്രത്തെ റൗഡി ആയിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ അപ്പു എന്നുള്ള പേര് എങ്ങനെയാണ് ഒരു റൗഡിക്ക് ചേരുക? ഈ ചോദിച്ച ചോദ്യം തന്നെയാണ് അതിൻ്റെ ആൻസർ. കാരണം ആ ഒരു മൂഡിലാണ്, ആ ഒരു ഇപ്പോൾ പറയുമ്പോൾ ഒരു ഹ്യൂമർ കിട്ടുന്ന ആ ഒരു മൂഡിലാണ് പടം ത്രൂ ഔട്ട് പോകുന്നത്. കാരണം ഈ പേരിലോ ലുക്കിലോ ഒന്നും ഒരു റൗഡിയുടെ ബന്ധമില്ലാത്ത ഒരുത്തൻ റൗഡിയാവാൻ നടക്കുന്നതാണ് ഇതിൻ്റെ ഒരു
മെയിൻ കോർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണെന്ന് തോന്നുന്നു ഓഡിയൻസിന് കാണാൻ കുറച്ചും കൂടെ എന്താ പറയുക ഒരു കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോർഷൻ അതായിരിക്കും തോന്നുന്നു. കാരണം ഇതൊരു സീരിയസ് ആയിട്ട് ഇവൻ വലിയൊരു റൗഡിയൊന്നുമല്ല, ഇവൻ്റെ വിചാരം ഇവൻ വലിയ റൗഡിയാണെന്നാണ്. അപ്പോൾ അതിലുണ്ടാകുന്ന കോമഡികളാണ് കൂടുതൽ. ഒരു കൊട്ടേഷന് ശേഷം അദ്ദേഹം ഒരു ഹാസ്യ ചിത്രവുമായിട്ടാണ് രംഗത്ത് വരുന്നത്. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതൊരു തീർച്ചയായിട്ടും ബ്രില്യൻ ഡയറക്ടറാണ്. നമ്മളൊന്നും ജഡ്ജ് ചെയ്യാനൊന്നും നമ്മൾ ആരുമല്ല. പിന്നെ എത്രയോ വലിയ ആക്ടേഴ്സിനെ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറാണ്. ലാലേട്ടനെ പോലത്തെയൊക്കെ അല്ലെങ്കിൽ പൃഥ്വിരാജേട്ടനെ പോലെയൊക്കെ വലിയ ആക്ടേഴ്സിനെ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറാണ്. അപ്പോൾ നമ്മളും ഭയങ്കര എന്താ പറയുക ലക്കിയാണ്. കാരണം നമ്മൾ ആദ്യം പോകുമ്പോൾ ഭയങ്കര ടെൻഷനിലായിരുന്നു, ചിലപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കുമോ അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ആദ്യം പോയത്. പക്ഷേ ഭയങ്കര കൂളായിരുന്നു, നമ്മളെയൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആക്കി. കുറിച്ചുകൂടെ ഒന്ന് പറയാം. അടുത്തതിപ്പോൾ റിലീസിനുള്ളത് മിസ്റ്റർ ആൻഡ് മിസ് റൗഡിയാണ്, ഫെബ്രുവരി 22-ാം തീയതി. അത് കഴിഞ്ഞ ഉടനെ വരുന്നത് അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് എന്ന് പറഞ്ഞ മിഥുൻ മാനുവൽ ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് സന്തോഷ് ശിവൻ ഡയറക്റ്റ് ചെയ്യുന്ന മഞ്ജു ചേച്ചി അഭിനയിക്കുന്ന സിനിമയാണ്. ഭയങ്കര അടുത്ത സമയം ഒരു വ്യത്യസ്തമായ പ്രമേയം തന്നെ പ്രതീക്ഷിക്കാവോ? ഏതാ അടുത്ത സമയം വ്യത്യസ്തമായൊരു പ്രമേയം തന്നെ പ്രതീക്ഷിക്കാവോ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ആക്ടറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാ സിനിമയിലും പുതിയതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ട്, മാക്സിമം ട്രൈ ചെയ്യുന്നു. ഈ പൂമരത്തിൻ്റെ കഥാപാത്രത്തിൽ നിന്ന് ഇപ്പോഴത്തെ ഈ അപ്പു എന്ന കഥാപാത്രത്തിലോട്ട് മാറുമ്പോഴേക്കും എത്രത്തോളം പ്രിപ്പറേഷൻസാണ് വേണ്ടി വന്നത്? ഒരു പ്രിപ്പറേഷൻ സത്യം പറഞ്ഞാൽ വേണ്ടി വന്നില്ല. കാരണം ഇതിന് വലിയൊരു ഹോംവർക്കോ അല്ലെങ്കിൽ ഇതിൽ ഒരുപാട് ആലോചിച്ച് അഭിനയിക്കേണ്ട കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നില്ല. എനിക്കൊട്ടും ടെൻഷനില്ലായിരുന്നു. ഭയങ്കര കാം ആൻഡ് കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്ത ഒരു സെറ്റായിരുന്നു. ഭയങ്കര എൻജോയ് ചെയ്തു വർക്ക് ചെയ്ത്. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാളിദാസ് ജയറാം പുതിയ ചിത്രത്തെ നോക്കിക്കാണുന്നത്. വരുന്ന 22-ാം തീയതിയാണ് മിസ്റ്റർ ആൻഡ് മിസ് റൗഡി തിയേറ്ററുകളിലെത്തുക.